Good morning, all. Today, let us start with the fifth module. The first topic on discussion is transmission modes. A transmission mode actually emphasizes on how in what all ways we can transfer information or data between two or more devices or two or more nodes. Okay, അതാണ് transmission modes പറയുന്നത്. So basically, there are two modes of transmission, which is in serial mode as well as in parallel mode. ഇപ്പോൾ സീരിയൽ മോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സീരിയൽ മോഡ് ഈസ് ട്രാൻസ്മിറ്റിംഗ് ഈച്ച് ബിറ്റ് വൺ അറ്റ് എ ടൈം. ഓക്കെ, വൺ അറ്റ് എ ടൈം, ഓരോ ബിറ്റും ബാക്ക് ടു ബാക്ക് ട്രാൻസ്മിഷനാണ് സീരിയൽ എന്ന് പറയുന്നത്. പാരലൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല. പാരലൽ മീൻസ് വി ക്യാൻ ട്രാൻസ്മിറ്റ് മൾട്ടിപ്പിൾ ബിറ്റ്സ് അറ്റ് ദ സെയിം ടൈം. ദറ്റ് ഈസ് നോൺ as parallel. Okay, now let us go into the introduction part of transmission mode. The transmission of binary data. We are discussing the transmission of binary data across a link can be accomplished in either parallel or serial mode. In parallel mode, multiple bits are sent with each clock tick. അതായത് നമുക്ക് ഈ ഓരോ ട്രാൻസ്മിഷനും സിങ്ക്രണൈസ്ഡ്ലി ഒരു ടൈം ക്ലോക്കിൽ സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഓരോ സിങ്ക്രണൈസേഷൻ ടൈമിൽ അല്ലെങ്കിൽ ഓരോ ക്ലോക്ക് ടിക്കിലായിരിക്കും ഒരു പർട്ടിക്കുലർ ബിറ്റ്സ് അല്ലെങ്കിൽ പർട്ടിക്കുലർ മൾട്ടിപ്പിൾ ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇത് വെറുതെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു സിങ്ക്രണസ് മോഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറ്റ് എ പർട്ടിക്കുലർ ക്ലോക്ക് ടൈം 8 bit or 1 byte will be transmitted. At the next clock pulse, the another bit will be transmitted. At the another third clock pulse, the another set of bits will be transmitted. Likewise, this data transmission happens in a synchronous way. Asynchronous way ഉണ്ട്, but basically it is done in synchronous way. Okay, അതാണ് parallel mode. Multiple bits are sent with each clock tick. Okay, ഓരോ ക്ലോക്ക് പൾസിലും വെച്ചിട്ടാണ് നമ്മൾ ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇൻ സീരിയൽ മോഡ് 1 bit ഈസ് സെൻറ്റ് വിത്ത് ഈച്ച് ക്ലോക്ക് ടിക്ക്. ഓക്കെ, സീരിയൽ എങ്ങനെയാണ്? നമുക്ക് ഒരു ബിറ്റായിരിക്കും ഒരു ക്ലോക്ക് പൾസിൽ സെൻഡ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ക്ലോക്ക് പൾസിൽ ടിൽ സെൻഡ് 1 bit. അടുത്ത നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ സെൻഡിങ് ദ നെക്സ്റ്റ് ബിറ്റ് ആൻഡ് സോ ഓൺ. ക്ലിയർ? ഇതാണ് ട്രാൻസ്മിഷൻ മോഡ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഡയഗ്രാമാണ്. ഡാറ്റ ട്രാൻസ്മിഷൻ മോഡ്സ് എന്ന് പറയുന്നത് പാരലൽ ആൻഡ് സീരിയൽ ഉണ്ട്. സീരിയലിൽ വി ക്യാൻ ഹാവ് സബ് ക്ലാസിഫിക്കേഷൻ അസിൻക്രണസ്, സിൻക്രണസ് ആൻഡ് ഐസോക്രോണസ്. ഓക്കെ, ഐസോക്രോണസ് നമുക്ക് സിലബസിലില്ല. വി ജസ്റ്റ് വാണ്ട് ടു സ്റ്റഡി ഓൺലി അസിൻക്രണസ് ആൻഡ് സിൻക്രണസ്. ഓക്കെ, അപ്പം പാരലൽ എന്താണെന്നറിയാം, സീരിയൽ എന്താണെന്നറിയാം. ഓക്കെ, ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ സ്വിച്ചിങ് തിയറിയിലൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സിൻക്രണസ് ആൻഡ് അസിൻക്രണസ് അല്ലേ. അപ്പോൾ സിൻക്രണസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ടൈം കൺസ്ട്രെയിൻഡ്, ടൈം പൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷൻ വരുന്നത്. അസിൻക്രണസ് അങ്ങനെയല്ല, ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി ടൈം കൺസ്ട്രെയിൻ. ഓക്കെ, നൗ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ പാരലൽ ട്രാൻസ്മിഷൻ. So parallel transmission, we have already said that binary data is organized into group of n bits. Okay, അപ്പോൾ ഇതിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ബിറ്റ്സ് ആണ്, പാരലൽ ട്രാൻസ്മിഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പാരലൽ ട്രാൻസ്മിഷനിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ബിറ്റ്സ് നമ്മൾ എടുക്കും. ആ മൾട്ടിപ്പിൾ ബിറ്റ്സ് എന്ന് പറയുന്നത് വിൽ ബി ഫോം ഇൻ എ ഫോം ഓഫ് 8 bits. മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ഇൻ ഫോം ഓഫ് 8 bits or 1 byte. ഓക്കെ, അതാണ് പറയുന്നത്. Binary data is organized in group of n bits each. Okay, by n bits എന്ന് പറയുന്നത് mostly it will be 8 bits. By grouping the n bits at a time can be sent instead of one. This is called parallel transmission. Okay, അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗ്രൂപ്പായിട്ട് വി ക്യാൻ ട്രാൻസ്മിറ്റ്, ഈ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ആയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ ബിറ്റ്. ക്ലിയർ? ലെറ്റ് us see the figure. This is the center part, this is the receiver part. From center to receiver we are having a separate line for transmitting each bit. Okay, ഓരോ ബിറ്റും ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് സെപ്പറേറ്റ് വയേഴ്സ് ഉണ്ട്. So here in this configuration we are having 8 wires, which means that it is transmitting 8 bits at a time. Okay, 8 bits or 1 byte at a time. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് it is 8 bits or 1 byte. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, binary data is organized into group of n bits എന്ന് പറഞ്ഞു. Here the n value is 8. Clear? So this is the configuration of a parallel transmission. Okay, we can have n wires to send n bits at a time.
ഓക്കെ, അപ്പോൾ ഈ n വയേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ്റഗ്രേറ്റഡ് ഓർ ഇറ്റ് ഈസ് എ ബണ്ടിൽഡ് ഇൻ എ കേബിൾ. ഒരു കേബിളിനകത്ത് ഇത്രയും കേബിൾസ്, ഇത്രയും വയേഴ്സ്, സെപ്പറേറ്റ് വയേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ പ്രിൻ്ററിൻ്റെ പഴയ കാലത്തുള്ള LPT ലൈൻ പ്രിൻ്റർ ടെർമിനൽ എന്ന് പറയുന്ന കേബിളെല്ലാം ഇറ്റ് വാസ് ആക്ച്വലി ഇൻ പാരലൽ, ഇറ്റ് ഈസ് എ പാരലൽ കേബിൾ. ദറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് 8 bit അറ്റ് എ ടൈം. ഓക്കെ, അപ്പോൾ ആ ഒരു കേബിളിനകത്ത് വി ആർ ഹാവിങ് സെപ്പറേറ്റ് ലൈൻസ് ഫോർ ഈച്ച് ബിറ്റ് ഓഫ് വിച്ച് ടു ബി ട്രാൻസ്മിറ്റഡ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാരലൽ ട്രാൻസ്മിഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ റേറ്റ് വിൽ ബി ഹൈ, which means that it can transmit information at a high speed because multiple bits are getting transmitted. So obviously the speed will be increased. Okay, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. യൂസ് n wires to send n bits at one time. ഓക്കെ, n wires കൊണ്ട് നമുക്ക് n bits ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, n wires are bundled in a single cable. ഒരു കേബിളിനകത്ത് ഈ n wires ബണ്ടിൽഡ് ആയിരിക്കും. The advantage of the parallel transmission is speed or the data rate. ഓക്കെ, ദിസ് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ പാരലൽ ട്രാൻസ്മിഷൻ പറയുമ്പോൾ ഈ ഫിഗർ വരച്ച് വേണം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, we have already seen the advantage of the parallel transmission, which is speed. Let us now discuss the disadvantage. The main disadvantage of parallel transmission is crosstalk. What do you mean by crosstalk? Crosstalk means the bits or the data intended for one wire will be passed on to the next wire. ഓക്കെ, അഡ്ജസൻറ്റ് വയേഴ്സ്. അതായത് ഇതിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡാറ്റ ഓർ ദ ബിറ്റ് എന്ത് ചെയ്യും? ചാടി അപ്പുറത്തെ ലൈനിലോട്ട് കയറി യാത്രയാവും. ഓക്കെ, അതുപോലെ ഇവിടുത്തെ ബിറ്റ്, ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ബിറ്റ് അപ്പുറത്തെ ലൈനിലേക്ക് ചാടി അതുവഴി പോകും. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ഡാറ്റാസ് വിൽ ബി മാനിപ്പുലേറ്റഡ്. ഓക്കെ, മിക്സ്ഡ് അപ്പ്. ഇതിൻ്റെ ക്രോസ് ടോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട എങ്ങനെയാണ്? Crosstalk is nothing but the data intended for one cable is being transferred to another cable. This is known as crosstalk. Okay. Another disadvantage is cost. Okay, ഒരു മൾട്ടിപ്പിൾ ലൈൻസ് അടങ്ങിയിട്ടുള്ള ഒരു കേബിള് കാസ്കേഡ് ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ tedious task. Okay, so cost is a main factor in parallel transmission. Okay. Next we can see serial transmission. Okay, as I said, in serial transmission one bit at a time can be transmitted. Okay, only one bit follows another. Okay, ഒരു ബിറ്റ് കഴിഞ്ഞായിരിക്കും അടുത്ത ബിറ്റ്. ഓക്കെ, ബാക്ക് ടു ബാക്ക് ആയിരിക്കും ബിറ്റ്സുകൾ പോകുന്നത്. ക്ലിയർ? നീഡ് ഓൺലി വൺ കമ്മ്യൂണിക്കേഷൻ ചാനൽ റാദർ ദാൻ n to transmit data between two communication devices. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? വി റിക്വയർ ഓൺലി എ സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഓക്കെ, സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ മതിയാവും നമുക്കിവിടെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ നോക്കാം. ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഫോർ എ സീരിയൽ ട്രാൻസ്മിഷൻ. ഓക്കെ, സോ ആക്ച്വലി ദ സെൻഡർ വിൽ ബി ഫ്രം ദ സെൻഡർ ദ ഇൻഫർമേഷൻ വിൽ ബി കമ്മിങ് ഇൻ പാരലായിട്ടായിരിക്കും നമുക്ക് ഇൻഫർമേഷൻസ് വരുന്നത്. ആ പാരലായിട്ട് വരുന്ന ഇൻഫർമേഷനെ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു എ serial manner. For that we are having an additional hardware which is called parallel to serial converter at the center end. Okay, transmission side we are having a hardware called parallel to serial converter which converts the parallel data into a serial fashion. Okay, എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വിൽ ബി ട്രാൻസ്മിറ്റിംഗ് ദ ബിറ്റ്സ് വൺ അറ്റ് എ ടൈം. ഓക്കെ, ഇപ്പോൾ 8 bits ആർ സെൻഡ് വൺ ആഫ്റ്റർ അനദർ. ഇപ്പോൾ ഇവിടെ 8 bits ഉണ്ട്. 8 bits ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബാക്ക് ടു ബാക്ക് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ? വി റിക്വയർ ഓൺലി എ സിംഗിൾ ലൈൻ ടു ട്രാൻസ്മിറ്റ് ദ ബിറ്റ്സ്. ഓക്കെ, നേരത്തെ 8 bit ട്രാൻസ്മിറ്റ് ചെയ്യാൻ വി ടുക്ക് 8 lines. ഓക്കെ, പാരലൽ ട്രാൻസ്മിഷൻ. ഹിയർ വി ആർ ടേക്കിംഗ് ഓൺലി എ സിംഗിൾ ലൈൻ ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ 8 bits. ഓക്കെ, at the receiver end what it is happening? But this receiving device can support only parallel communication, parallel transmission. Okay, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ റിസീവറിൽ ഈ ഓരോ ബിറ്റ്സിനെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് വിൽ ബി കൺവേർട്ട് ഇൻ ടു എ പാരലൽ ഫോം. ഓക്കെ, ഫോർ ദാറ്റ് വി ആർ ഹാവിങ് അഡീഷണൽ ഹാർഡ്വെയർ കോൾഡ് സീരിയൽ ടു പാരലൽ കൺവേർട്ടർ. ഓക്കെ, അപ്പോൾ റിസീവറിൽ ദീസ് സിംഗിൾ ബിറ്റ്സ് ആർ കളക്റ്റഡ് ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു പാരലൽ ഫോം using a serial to parallel converter.
ഓക്കെ, അപ്പോൾ ഈ കൺവേർട്ടറെല്ലാം നമ്മുടെ ഡിവൈസിൽ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്രിൻ്ററിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു കേബിൾ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മളൊരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന പാരലൽ ഇൻഫർമേഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പോർട്ട് വഴി കമ്പ്യൂട്ടറിൻ്റെ പോർട്ട് വരെ വരുന്നത് പാരലൽ ഡാറ്റ ആയിരിക്കും. ആ പോർട്ടിൽ നിന്ന് അതിനകത്തുള്ള കൺവേർട്ടർ ആ പോർട്ടിനകത്തുണ്ടാവും. ആ പോർട്ട് അത് കൺവേർട്ട് ചെയ്ത് സീരിയലാക്കിയിട്ട് നമുക്ക് ഏത് ഡിവൈസാണോ, ഇപ്പോൾ ഒരു പ്രിൻ്റർ ആണെങ്കിൽ USB പ്രിൻ്റർ ആണെങ്കിൽ ആ പ്രിൻ്ററിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, പ്രിൻ്ററിൻ്റെ സൈഡിൽ യു ആർ ഹാവിങ് എ അനദർ കൺവേർട്ടർ. ഓക്കെ, സീരിയൽ ടു പാരലൽ കൺവേർട്ടർ ഉണ്ടാവും പ്രിൻ്ററിൻ്റെ പോർട്ടിൽ. ഓക്കെ, അത് കൺവേർട്ട് ചെയ്ത് പാരലായിട്ട് എടുത്തോളൂ. ക്ലിയർ? സോ ദിസ് ഈസ് ദ വേ how the communication is happening in serial transmission. Okay, but since communication within the device is parallel, the conversion devices are required at the interface. Okay, communicating devices parallel ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ഈ ഡിവൈസസ് എല്ലാം പാരലായിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ ആകാം, അല്ലെങ്കിൽ ഇതൊരു പ്രിൻ്റർ ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസ് ആകാം. ഇത് പാരലായിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് സിംഗിളായിട്ടേ സീരിയലായിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വി റിക്വയർ എ കൺവേർഷൻ ഡിവൈസ് ഓർ എ കൺവേർട്ടർ അറ്റ് ദ ഇൻ്റർഫേസ്. ആ ഇൻ്റർഫേസിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കൺവേർട്ടർ വേണം. വാട്ട് ഈസ് ദാറ്റ് ഇൻ്റർഫേസ്? ഇൻ്റർഫേസാണ് ഞാൻ പറഞ്ഞ പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ USB പോർട്ട് എന്നൊക്കെ പറയുന്നത്, ആ പോർട്ടിനകത്ത് ആ കൺവേർട്ടർ ഉണ്ടാവും. നമ്മളെ കമ്പ്യൂട്ടറിനകത്തുള്ള ആ പോർട്ടിൽ ദർ ഈസ് ഹാവിങ് എ കൺവേർട്ടർ. ഓക്കെ, The serial transmission occurs in one of the three ways. Serial transmission നമുക്ക് മൂന്ന് രീതിയിലാണ് ഉണ്ടാകുന്നത്: asynchronous, synchronous and isochronous. Okay, just want to discuss only asynchronous and synchronous transmission. Okay, asynchronous transmission. So as the name suggests, asynchronous means we are not considering the time. The timing is not an important factor here. Okay, the timing കൊടുക്കാതെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടൈമിംഗ് കൊടുക്കാതെ ഇൻഫർമേഷൻസ് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും? ഹൗ ദേ ആർ അഡ്ജസ്റ്റിംഗ് ദോസ് ട്രാൻസ്മിഷൻ. ഓക്കെ, എററൊന്നും വരാതെ ഹൗ ദേ ക്യാൻ ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ വിത്തൗട്ട് പ്രൊവൈഡിങ് എ ടൈമിംഗ് ഓർ എ ടൈമിംഗ് പൾസ്. ദ ഇൻഫർമേഷൻ ഈസ് റിസീവ്ഡ് ആൻഡ് ട്രാൻസ്ലേറ്റഡ് ബൈ പാറ്റേൺസ്. The patterns based on grouping the bit streams into bytes. Each group, usually 8 bit, is sent along the link as a unit. Okay, നമുക്കതിലൊരു ഫിഗർ നോക്കാം. ഇതാണ് നമുക്ക് ഒരു അസിൻക്രണസ് ട്രാൻസ്മിഷൻ്റെ ഒരു ഫിഗർ. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബിറ്റ്സിന് വി വിൽ കളക്ട് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് എ ഗ്രൂപ്പ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, ഈ ഓരോ പാറ്റേണിലും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലും വി ബി ഹാവിങ് ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ വി ആർ ഹാവിങ് 8 ബിറ്റ്സ്. സിമിലർലി ഇവിടെയും നമുക്ക് 8 ബിറ്റ്സ് ഉണ്ട്, ഇവിടെയും 8 ബിറ്റ്സ് ഉണ്ട്. അങ്ങനെ ഈക്വൽ ബിറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള നമ്മൾ ഓരോ പാറ്റേൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് നമ്മൾ എടുക്കും. ഓക്കെ, അതാണ് പറയുന്നത് ഇൻഫർമേഷൻ ഈസ് റിസീവ്ഡ് ആൻഡ് ട്രാൻസ്ലേറ്റഡ് ബൈ പാറ്റേൺസ്. Each pattern is having a group of bits, usually 8 bits or 1 byte. Okay, usually നമുക്ക് 8 bits ആയിരിക്കും അല്ലെങ്കിൽ 1 byte ആയിരിക്കും ആ ഓരോ ഗ്രൂപ്പിനകത്തുള്ളത്. ക്ലിയർ? അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പും നമ്മൾ ആ ലിങ്കിൻ്റെ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, നൗ ഇൻ ഈച്ച് ഫ്രെയിം or in each group or in each pattern we are adding additional 2 bits. ഓക്കെ, അതാണ് സ്റ്റോപ്പ് ബിറ്റും. അതായത് റിസീവറിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ ബിറ്റ്സ് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വിൽ ബി പ്രൊവൈഡിങ് എ സ്റ്റാർട്ട് ബിറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ബിറ്റ് റിസീവറിന് കിട്ടുമ്പോഴത്തേക്കും ദ റിസീവർ വിൽ അനലൈസ് സം ബിറ്റ്സ് ആർ 8 ബിറ്റ്സ് ആർ കമ്മിങ് ഫ്രം ദ അതർ ഡിവൈസ് എന്ന് പറയും. അപ്പോൾ അത് ഓരോ ബിറ്റ്സായിട്ട് അവർ എടുക്കും. ഓക്കെ, ഇനി ആ ബിറ്റ് തീരുമ്പോൾ ബിറ്റ് തീർന്ന് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വിൽ ബി പ്ലേസിങ് എ സ്റ്റോപ്പ് ബിറ്റ്. Clear? So in asynchronous transmission we are padding additional 2 bits for start bit and stop bit. Okay, so for transmitting 8 bits totally we will be taking 10 bits. For transmitting 8 bits totally we will be taking 10 bits. Why 10 bits? One additional bit for start bit and another additional bit for stop bit. Clear? അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്.
ഓക്കെ, നെക്സ്റ്റ് ഇത് ഓരോ ബിറ്റായിട്ട് നമ്മൾ 8 ബിറ്റ് നമ്മൾ ചേർത്തല്ല കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ദർ ഇസ് എ ഗ്യാപ്പ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ ഈച്ച് ബൈറ്റ്. ഓരോ ബൈറ്റും ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ റിസീവറിനും ആ ഒരു സിങ്ക്രണൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്യാപ്പ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ആലോചിക്കുക, നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ പാറ്റേൺസ് ആയിട്ട് ബിറ്റ്സിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഈച്ച് പാറ്റേൺ ഹാവിങ് either 8 bits, maximum 8 bits or 1 byte. Okay, and each pattern it is having a start bit and a stop bit. Each frame or each group is having 8 bits or 1 byte, maximum 1 byte. Okay, in addition to that data bits, it is having additional 2 more bits are provided, which is the start bit and the stop bit. What is the purpose of start bit? The start bit is mainly used to alert the receiver that a new bit is coming, or a new group of bit is coming എന്നുള്ളത് റിസീവറിന് മനസ്സിലാക്കി കൊടുക്കാനാണ് സ്റ്റാർട്ട് ബിറ്റ്. ഓക്കെ, what is the purpose of stop bit? To let the receiver know that the byte is finished. ഓക്കെ, ഇൻകമിങ് ബൈറ്റ് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനാണ് സ്റ്റോപ്പ് ബിറ്റ്. ക്ലിയർ? ആൻഡ് ഓൾസോ എ ഗ്യാപ്പ് ഈസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ ഈച്ച് ബൈറ്റ്. ക്ലിയർ? അപ്പോൾ അടുത്ത പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഓരോ ഫ്രെയിംസ് റിസീവറിൻ്റെ സൈഡിൽ എത്തുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇറ്റ് വിൽ വെയിറ്റ് ഫോർ എ സ്റ്റാർട്ട് ബിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. As soon as the receiver receives the start bit, it starts counting the bits, the data bits. എത്ര ബിറ്റ്സ് ഉണ്ടെന്നുള്ളത് അത് കൗണ്ട് ചെയ്യും. ഓക്കെ, എവിടം വരെ കൗണ്ട് ചെയ്യും? ടിൽ ഇറ്റ് എൻകൗണ്ടേഴ്സ് എ സ്റ്റോപ്പ് ബിറ്റ്. ഓക്കെ, സ്റ്റോപ്പ് ബിറ്റ് വരുന്നവരെ ഇറ്റ് വിൽ കൗണ്ട്. എന്നിട്ടാണ് അത് പ്രോസസ്സിങ്ങിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഓരോ ഫ്രെയിം അല്ലെങ്കിൽ ഓരോ പാറ്റേൺ കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇറ്റ് വിൽ ബി വെയിറ്റിംഗ് ഫോർ എ സ്റ്റാർട്ട് ബിറ്റ്. As soon as it receives the start bit, it starts counting the bits in the order they are coming. Okay, in the order they are coming, and it counts till it encounters the stop bit. Okay, as soon as it detects the stop bit, it will wait for the next start bit to come. Okay, അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ബിറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് അവിടെ കൗണ്ടിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറ്റ് വിൽ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റാർട്ട് ബിറ്റ് ടു കം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്, ഇതാണ് ഇവിടെ നടക്കുന്നത്. ക്ലിയർ? So this is called asynchronous transmission. Now let us see the theoretical part. ഇതൊക്കെ പറഞ്ഞു. The patterns are based, patterns എന്ന് പറയുന്നത് patterns based on grouping the bit streams into bytes. ഓക്കെ, പാറ്റേൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പായിരിക്കും. അത് മിക്കവാറും ഒരു 8 ബിറ്റ് ആകാം അല്ലെങ്കിൽ 1 ബൈറ്റ് ആകാം. Each group usually having 8 bits is sent along the link as a unit. ഓക്കെ, ഒരു ഗ്രൂപ്പായിട്ട് 8 ബിറ്റായിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ടു അലേർട്ട് ദ റിസീവർ, നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റാർട്ട് ബിറ്റ് ആൻഡ് ദ സ്റ്റോപ്പ് ബിറ്റ്. ടു അലേർട്ട് ദ റിസീവർ ടു ദ അറൈവൽ ഓഫ് എ ന്യൂ ഗ്രൂപ്പ് ആൻഡ് എക്സ്ട്രാ ബിറ്റ് ഈസ് ആഡഡ് ടു ദ ബിഗിനിങ് ഓഫ് ദ ഈച്ച് ബൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ബൈറ്റിൻ്റെയും ബിഗിനിങ്ങിൽ വി ആർ പുട്ടിങ് എ അഡീഷണൽ ബിറ്റ് കോൾഡ് വാട്ട്? സ്റ്റാർട്ട് ബിറ്റ്. ഓക്കെ, വിച്ച് അലേർട്ട്സ് എ റിസീവർ ദ അറൈവൽ ഓഫ് എ ന്യൂ ഗ്രൂപ്പ്. ആ പുതിയൊരു ഗ്രൂപ്പ് എത്തുന്നു എന്ന് അലേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്റ്റാർട്ട് ബിറ്റ്. ടു ലെറ്റ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്റ്റോപ്പ് ബിറ്റ്? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ടു ലെറ്റ് ദ റിസീവർ നോ ദ ബൈറ്റ് ഈസ് ഫിനിഷ്ഡ്, വൺ ഓർ മോർ അഡീഷണൽ ബിറ്റ്സ് ആർ അപ്പൻഡഡ് ടു ദ എൻഡ് ഓഫ് ദ ബൈറ്റ് കോൾഡ് സ്റ്റോപ്പ് ബിറ്റ്. ഓക്കെ, അപ്പം എന്താണ്, ബിറ്റ് അവിടെ ഫിനിഷ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദേ ആർ പുട്ടിങ് എ സ്റ്റോപ്പ് ബിറ്റ് ദർ. ഓക്കെ, ഗ്യാപ്പ് ഈസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ ഈച്ച് ബൈറ്റ്. ഓക്കെ, ഓരോ ബൈറ്റിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? വെൻ ദ റിസീവർ ഡിറ്റക്ട്സ് എ സ്റ്റാർട്ട് ബിറ്റ്. ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു. വെൻ ദ റിസീവർ ഡിറ്റക്ട്സ് എ സ്റ്റാർട്ട് ബിറ്റ്, ഇറ്റ് സെറ്റ്സ് ദ ടൈമർ ആൻഡ് ബിഗിൻസ് കൗണ്ടിങ് ദ ബിറ്റ്സ് ആസ് ദേ കമ്മിങ്. ഓക്കെ, അപ്പം ഇത് ഓരോ നമ്മൾ സ്റ്റാർട്ട് ബിറ്റ് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ടൈമർ സെറ്റ് ചെയ്യും. ടൈമർ സെറ്റ് ചെയ്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇറ്റ് സ്റ്റാർട്ട് കൗണ്ടിങ്. ഓക്കെ, ടൈമർ സെറ്റ് ചെയ്യുന്നത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് കൗണ്ടിങ് ദ ബിറ്റ്സ്. ഓക്കെ, ആൻഡ് ദ കൗണ്ടിങ് വിൽ പ്രൊസീഡ് till it encounters the stop bit. Okay, after the end bits, the receiver looks for a stop bit വേണ്ടി വെയിറ്റ് ചെയ്യും. As soon as it detects the stop bit, it waits until it detects the next start bit. Okay, അത്
ഒരു സ്റ്റോപ്പ് ബിറ്റ് കഴിഞ്ഞാൽ ഉടനെ അത് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യും? ഇറ്റ് വിൽ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റാർട്ട് ബിറ്റ്. ഒരു സ്റ്റോപ്പ് ബിറ്റ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റാർട്ട് ബിറ്റ്. Okay, this is the process. Clear? This is the figure we have to draw. Okay, now synchronous transmission. In synchronous transmission, the bit streams are combined into longer frames which may contain multiple bytes. നമ്മൾ നേരത്തെ ഓരോ ബൈറ്റും ഒരു ഫ്രെയിം ആക്കി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്കിയാണ് അയച്ചത്. ഇവിടെ അങ്ങനെയല്ല. മൾട്ടിപ്പിൾ ബൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബൈറ്റിനകത്ത് 8 ബിറ്റാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ബൈറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഫ്രെയിം ആക്കി മാറ്റും. ഓക്കെ, ആ സിംഗിൾ ഫ്രെയിമിൽ വി ആർ ഹാവിങ് മൾട്ടിപ്പിൾ ബൈറ്റ്സ്. ഈ മൾട്ടിപ്പിൾ ബൈറ്റ്സ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് ബൈറ്റ്സ്. ഓക്കെ, ഇത് ഒരു ബൈറ്റാണ്, ഇത് വേറൊരു ബൈറ്റ്, ഇത്രയും വേറൊരു ബൈറ്റ്. ഇപ്പോൾ ഈ ബൈറ്റുകൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല, ദർ ഈസ് നോ ഗ്യാപ്പ്. ക്ലിയർ? അപ്പോൾ അതാണ് പറയുന്നത് ബിറ്റ് സ്ട്രീംസ് ആർ കമ്പൈൻഡ് ഇൻ ടു ലോങ്ങർ ഫ്രെയിംസ് ആൻഡ് ദീസ് ഫ്രെയിം ഈസ് ഹാവിങ് മൾട്ടിപ്പിൾ ബൈറ്റ്സ്. ഓക്കെ, മൾട്ടിപ്പിൾ ബൈറ്റ്സ് ആണ് ഒരു ഫ്രെയിമിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഡാറ്റ ആർ ട്രാൻസ്മിറ്റഡ് ആസ് ആൻ അൺബ്രോക്കൺ സ്ട്രിങ്സ് ഓഫ് വൺസ് ആൻഡ് സീറോസിൻ്റെ ഒരു കണ്ടിന്യൂസ് സ്ട്രീംസ് ആയിട്ടാണ് ഡാറ്റ വരുന്നത്. ഓക്കെ, ആൻഡ് ദ റിസീവർ സെപ്പറേറ്റ് ദ സ്ട്രിങ് ഇൻ ടു ബൈറ്റ്സ്. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂസ് സ്ട്രീമായിട്ട് ഇങ്ങനെ വരും, കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ബിറ്റ്സ് ആയിട്ട് വരും. റിസീവറാണ് അതിനെ ബൈറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഒരു ഫ്രെയിമിനകത്ത് ഇത്രയും ഇത്ര ബൈറ്റ് ഉണ്ട് എന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് റിസീവറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിങ്ക്രണസ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കുറച്ചുകൂടെ സ്പീഡാണ്. ഓക്കെ, നമ്മൾ അസിങ്ക്രണസിന് എന്താണ് പ്രശ്നം? നമുക്ക് ഈ ഒരു ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ട് they are providing additional 2 bits for start bit and stop bit. അപ്പോൾ ആ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റിൻ്റെയും പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് there is additional lag is there. Okay, but in synchronous it is not happening like that. Okay, continuous streams of bits ആണ് വരുന്നത്. റിസീവർ സൈഡിൽ they will divide those stream of bits into different bytes. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്തിട്ടാണ് അത് പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ സിങ്ക്രണസ് ട്രാൻസ്മിഷൻ മോഡ്. The bit stream is combined into longer frames which may contain multiple bytes. Okay, data are transmitted as an unbroken string of ones and zeros. ഡാറ്റ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സ്ട്രീംസ് ആയിട്ടാണ്, കണ്ടിന്യൂസ് സ്ട്രീംസ് ആണ്. അതാണ് അൺബ്രോക്കൺ എന്ന് പറയുന്നത്. അൺബ്രോക്കൺ സ്ട്രിങ്സ് ഓഫ് വൺസ് ആൻഡ് സീറോസിൻ്റെ ഒരു കോമ്പിനേഷൻസ് ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അത് എത്ര ബൈറ്റാണെന്ന് നോക്കുന്നില്ല, അൺബ്രോക്കൺ സ്ട്രിങ്സ് ആയിട്ട് പോകുന്നു. റിസീവറാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ബൈറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ റിസീവർ സെപ്പറേറ്റ്സ് ദാറ്റ് സ്ട്രിങ്സ് ഇൻ ടു ബൈറ്റ്സ്. ഓക്കെ, സോ നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് ബൈറ്റ്സുകൾ തമ്മിൽ ഗ്യാപ്പ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ഫ്രെയിമിനകത്ത് നമുക്ക് ഒറ്റ ബൈറ്റല്ല, മൾട്ടിപ്പിൾ ബൈറ്റ്സ് അതിനകത്തുണ്ടാവും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ബൈറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡൺ ബൈ ദ സെൻഡർ, ഇറ്റ് ഈസ് ഡൺ ബൈ ദ റിസീവർ. ഓക്കെ, the main advantage of synchronous transmission is the speed. Okay, the speed at which the data can be transmitted. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് the concept of the serial and parallel transmission. In serial transmission we have further classified into asynchronous and synchronous. Okay, അപ്പം ഈ അസിങ്ക്രണസ് ആൻഡ് സിങ്ക്രണസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എപ്പോഴും ചോദിക്കുന്നതുമാണ്. ഓക്കെ, ഇപ്പോൾ അത് ചോദിക്കുമ്പോൾ ഈ ഫിഗർ വരച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ഫിഗറുകൾ വരച്ച് വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.